അള്ളാടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഈ ലോകത്തുള്ള ഏതൊക്കെ വസ്തുക്കൾ കേട്ടിട്ടുണ്ടോ അത് മുഴുവനും നാളെ അള്ളാഹിനോട് പറയും, പടച്ചവനെ ശഫാഅത്ത് ചെയ്യും. അള്ളാഹുവേ, ഞാൻ കേട്ട് പടച്ചവനെ ബാങ്ക് വിളിക്കുന്നത്, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്ക്, സ്വർഗം കൊടുക്ക്. എല്ലാരും പറയും. ശൈത്താൻ കേട്ടാലോ? ബാങ്ക് വിളിക്കുന്നത് ശൈത്താൻ കേട്ടാ ശൈത്താൻ നാളെ അള്ളാഹിനോട് പറയേണ്ടി വരും, ഈ മനുഷ്യൻ ബാങ്ക് വിളിക്കുന്നത് ഞാൻ കേട്ട് തമ്പുരാനെ സ്വർഗം കൊടുക്ക്. അത് കേൾക്കാതിരിക്കാൻ വേണ്ടി ഇവൻ ഓടുന്നത് ചരിത്രം പറയുകയാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ചെറുപ്പക്കാരൻ പറയുന്നു, അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, പടച്ചവനെ എനിക്ക് ഈമാനുള്ള മരണം തരണേ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മഹാനവറുകളാ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാ, എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? നീ ഇങ്ങനെ ദുആ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, തങ്ങള് എന്റെ മൂത്ത ജ്യേഷ്ഠനുണ്ടല്ലോ, അള്ളാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. 40 വർഷമാണ് ബാങ്ക് വിളിച്ചത്, 40 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. അവസാനം മരണസമയമെടുത്തു. സകറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ മരണത്തിന്റെ സമയമെടുത്തു. എന്നോട് പറഞ്ഞു, മോനെ ഖുർആൻ എടുത്തു കൊണ്ടുവരാ. ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്നോട് എടുത്തു കൊണ്ടുവരാ പറഞ്ഞു. ഞാൻ ചിന്തിച്ചു, അല്ലാ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ, അവിടെ നിന്ന് ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഞാൻ അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് എന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എനിക്കതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് ഖുർആൻ വലിച്ചു കീറി വലിച്ചെറിയുകയാ. എനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടെ നിന്ന് വലിച്ചെറിയുകയാണ്. അവിടെ നിന്ന് പറയുന്ന തങ്ങള്, എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു, അവിടുത്തെ മരണം മോശമായ മരണമായിരുന്നു. തങ്ങള് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷം എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചു. ആ ജ്യേഷ്ഠന്റെയും മരണം മോശമായിരുന്നു. അള്ളാന്റെ പള്ളിയില് ബാങ്ക് വിളിച്ചിരുന്ന എന്റെ 2 കൂടപ്പിറപ്പുകളുടെയും മരണം മോശമായ മരണമായിരുന്നു. അവരുടെ ആക്കിബത്ത് മോശമായി. തങ്ങള് അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്, അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. പേടിയാണ് തങ്ങള്, പേടിയാണ് തങ്ങള്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്. അതിനാണ് ഞാൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്. മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തുകൊണ്ടാണ് ഇവരുടെ മരണം മോശമായത്, ഇവരുടെ ആഖിബത്ത് മോശമായത്? ഇവരെന്ത് പാപം ചെയ്തതിന്റെ പേരിലാണ്? എന്റെ പ്രിയമുള്ള സഹോദരാ, അവര് കള്ള് കുടിക്കുന്നവരായിരുന്നില്ലോ, അവര് കഞ്ചാവടിക്കുന്നവരായിരുന്നില്ലോ, അവര് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായിരുന്നില്ലോ, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ലോ, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ലോ, അവർ അല്ലാഹുവിനെ മറന്ന് നടന്നവരായിരുന്നില്ലോ. പിന്നെ അവരുടെ അവസാനം മോശമാകാറുള്ള കാരണമെന്താ? ഈ സദസ്സിലിരിക്കുന്ന മുസ്ലിമേ, ഇത് എന്റെ ഹൃദയത്തിൽ എഴുതി വെക്കാറുള്ള ചരിത്രമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, TV കാണുന്ന ഉമ്മ, സീരിയല് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഉമ്മ, അന്യപുരുഷന്റെ ശരീരം കാണുന്ന പെങ്ങളോ, വാട്സപ്പിലൂടെ വൃത്തികേടുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ചെറുപ്പക്കാരാ, ഇവർ 2 പേരുടെയും ആഖിബത്ത് മോശമാകാറുള്ള കാരണമെന്നറിയുമോ? ആ ചെറുപ്പക്കാരനോട് മഹാനവറുകൾ ചോദിക്കുന്നു, മോനെ, നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലവുമുണ്ടായിരുന്നോ? നിന്റെ
കൂടപ്പിറപ്പുകൾക്ക് വല്ല മോശമായ സ്വഭാവമുണ്ടായിരുന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ രണ്ട് സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരു ദുശീലമേതെന്നറിയോ? നിനക്കുള്ള ദുശീലമാടാ ചെറുപ്പക്കാരാ, വാപ്പാ നിനക്കുള്ള ദുശീലമാണ്, ഉമ്മ പെങ്ങളെ നിനക്കുള്ള ദുശീലമാണ്. അവരുടെ രണ്ടുപേരുടെയും ദുശീലമെന്തെന്നറിയോ? അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം എന്റെ രണ്ട് സഹോദരങ്ങൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവരുടെ മരണം മോശമായത്. അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ചെറുപ്പക്കാരാ, നിസാരമല്ലടോ അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്നത്. അതൊരു നിസാര പാപമല്ല പെങ്ങള്, അതൊരു നിസാര തെറ്റല്ല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണമെന്ന് നിനക്ക് മോഹമുണ്ടോ? നിർത്തിക്കോ, നിന്റെ ഈ ദുശീലം നിർത്തിക്കോ. അവിടെന്ന് പറയുകയാണ് അവിടെന്ന് പറയുന്നു, തങ്ങള് എന്റെ രണ്ട് സഹോദരന്മാർക്ക് അവിടെന്ന് പറഞ്ഞു കൊടുക്ക, എന്റെ രണ്ട് ജ്യേഷ്ഠന്മാർക്ക് ഒരു ദുശീലമുണ്ടായിരുന്നു. എന്താ ദുശീലം? അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കുണ്ടല്ലോ 5 നേരം നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, സുന്നത്ത് നോമ്പ് പിടിക്കും, ടിവിയുടെ ഫ്രണ്ടിൽ പോയിരുന്ന സിനിമയും സീരിയലും കാണും. ഉമ്മ നോക്കിയേ, താത്താമാരെ കണ്ടിട്ടുണ്ടോ? ഫർദയും ഇട്ട് ഹിജാബ് ഇട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയേ. അതൊരു നിസ്സാര പാപമല്ല, അത് പാപം തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു 95 വയസ്സങ്ങാണ്ടായി, 92 95 വയസ്സായി അല്ലാഹുടെ പള്ളിക്കകത്തിരുന്നിട്ട് എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരയാ. അല്ലാഹും അവിടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, പടച്ചവനെ അല്ലാഹുവേ, അബൂ ഹുറൈറ തങ്ങൾ എല്ലാവരും പള്ളിയിൽ നിന്ന് പോയതിനു ശേഷം ഒറ്റയ്ക്ക് പള്ളിക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യും. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ താമസിച്ച പള്ളി വന്നേ, ഒരു ചെറുപ്പക്കാരൻ താമസിച്ച് പള്ളി വന്നപ്പോ അബൂ ഹുറൈറ തങ്ങൾ പള്ളിക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, വ്യഭിചാരത്തിനെ തൊട്ട് നീ എന്നെ കാക്കണേ തമ്പുരാനെ, വ്യഭിചാരം എന്ന് പറയുന്ന പാപത്തിനെ തൊട്ട് എന്നെ കാക്കണേ തമ്പുരാനെ. ഈ ചെറുപ്പക്കാരൻ അബൂ ഹുറൈറ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ 95 വയസ്സായി, എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂല, വയസ്സായില്ലേ, പ്രായമായില്ലേ, നിങ്ങൾക്ക് വ്യഭിചരിക്കണമെന്ന് വിചാരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റൂല, പിന്നെ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യണേന്ന്. ആ സമയത്ത് അബൂ ഹുറൈറ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ, അതിലേക്ക് അടുക്കുക പോലും ചെയ്യല്ലേ എന്ന് അള്ളാഹ് പറഞ്ഞു. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നു വ്യഭിചാരം എന്ന് പറഞ്ഞ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യ ഭാഗങ്ങൾ പരസ്പരം ചേരുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത് എന്ന് നമ്മൾ കരുതി. അതിനല്ല വ്യഭിചാരം എന്ന് പറയണേ, അത് വ്യഭിചാരത്തിന്റെ ഏറ്റവും അവസാനം. എന്റെ ചെറുപ്പക്കാരാ, അന്യ പെണ്ണിന്റെ ശരീരം കാണൽ കണ്ണിന്റെ വ്യഭിചാരം. അന്യ പെണ്ണിന്റെ ശരീരം കാണൽ കണ്ണിന്റെ വ്യഭിചാരം. കണ്ട് ആസ്വദിച്ചോ? ഒറ്റയ്ക്ക് റൂമിന്റെ അകത്തിരുന്ന് വാതിലടച്ചിട്ട് നല്ലതൊക്കെ കണ്ടോ? നാളെ അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ കണ്ണിന്റെ അകത്ത് നരകത്തിന്റെ ഈയം ഉരുക്കി അള്ളാഹു ഒഴിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ കണ്ണിന്റെ അകത്തോട്ട് ഒഴിച്ചു തരും. സീരിയലും സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കണ വാപ്പായും ഉമ്മായൊക്കെ കണ്ടോ? നിന്റെ കണ്ണിന്റെ അകത്തേക്ക് ഈ അങ്ങോട്ട് ഉരുക്കിയിട്ട് നാളെ കൈകാലുകൾ കെട്ടിയിട്ടിട്ട് മലക്കുകൾ ഒഴിച്ചു തരും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കയ്യുടെ വ്യഭിചാരം, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കയ്യുടെ വ്യഭിചാരം. മോശമായ കാര്യം പറയൽ നാവിന്റെ വ്യഭിചാരം. മണിയറ രഹസ്യം വരെ പറയും കാമുകനോട്.
കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് നടന്നത് സിനിമാ കഥ പറയണ പോലെ കാമുകന് പറഞ്ഞു കൊടുക്കും. നാവിന്റെ വ്യഭിചാരം, വൃത്തികേടുകൾ കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരം, കാമുകയെ കാണാൻ നടക്കല് കാലിന്റെ വ്യഭിചാരം, ഹൃദയം കൊണ്ട് മോശമായി ചിന്തിക്കൽ ഹൃദയത്തിന്റെ വ്യഭിചാരം. അപ്പൊ വ്യഭിചാരം പല വിഭാഗമുണ്ട്. അതിന്റെ ഏറ്റവും അവസാനമാണ് ശാരീരികമായി ബന്ധപ്പെടുക എന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട്